ആരോപണങ്ങളും പരാതികളും ഉയർന്നപ്പോൾ സംഘടനയിൽ നിന്നും കൂട്ടരാജിവെച്ചോടിയ ഭീരുവാണ് മോഹൻലാൽ. എല്ലാവരും ചേർന്ന് മോഹൻലാലിന് നേരെ ചോദ്യമുയർത്തുകയാണ്. എന്നാൽ വിവാദങ്ങൾക്കിടയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ നിൽക്കാൻ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, അതാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. അതാണ് മോഹൻലാലിൻ്റെ ആരാധകർ കൊതിച്ചത്. താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും കോടതിയുടെയും പരിഗണനയിലുള്ള കേസിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പറയാൻ എനിക്ക് ഉത്തരമില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞു തുടങ്ങിയത്. ഓണം റിലീസിനായി നിശ്ചയിച്ചിരിക്കുന്ന തൻ്റെ സിനിമ റിലീസിംഗ് മാറ്റിവച്ചിരിക്കുകയാണെന്നും മോഹൻലാൽ പറയുന്നു. സിനിമയ്ക്കൊപ്പം 47 വർഷം സഞ്ചരിച്ചയാളാണ് ഞാൻ. വളരെയധികം സങ്കടമുണ്ട്. ഇൻ്റർനാഷണൽ നിലയിൽ വാർത്തകൾ പ്രചരിച്ച് ഈ സിനിമാ വ്യവസായം തകർന്നു പോകരുത്. എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായി മാറിയത്? സിനിമാ മേഖലയിൽ എന്ത് സംഭവം ഉണ്ടായാലും അമ്മ സംഘടനയെ കുറ്റപ്പെടുത്തുകയാണ്. ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു സംഘടനയല്ല അമ്മയെന്നും ഒരു ഫാമിലി വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന അസോസിയേഷനാണ്. ധാരാളം പേർക്ക് പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. ഓണം പ്രോഗ്രാമിൽ നിന്നും ലഭിക്കുന്ന തുക വയനാടിൻ്റെ പുനരധിവാസത്തിനായി നൽകാനാണ് തീരുമാനം. വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണ്, അതിനെ തകർക്കരുതെന്ന് മോഹൻലാൽ ആവർത്തിച്ചു പറയുന്നു. റിയൽ ലൈഫിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയും നീലകണ്ഠനും പൂവള്ളി ഇന്ദുചൂടനും കണിമംഗലം കോവിലകത്തെ ജഗന്നാഥനും പുലിമുരുകനും ഒക്കെയാകാൻ കഴിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ നേരറിയാൻ സേതുരാമയ്യർ CBIയും കൂട്ടുകാരന് സഹായത്തിനായി നന്ദഗോപാൽ മാരാറും ഒക്കെ എത്തിയേനെ. എന്നാൽ സിനിമ പോലെയല്ല ജീവിതമെന്നും മാസ് കഥാപാത്രങ്ങൾ പോലെ ഒരു നടനുമാവാൻ സാധിക്കില്ല എന്നതുമാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മലയാള സിനിമാ മേഖല നേരിടുന്ന വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് സൂപ്പർ താരങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മലയാള സിനിമയെ അത്രത്തോളം കടന്നാക്രമിക്കുകയാണ് എല്ലാവരും ചേർന്ന്. എന്നാൽ മുഴുവൻ സിനിമാ പ്രവർത്തകരെയും അടച്ചാക്ഷേപിക്കുന്നതിനോ സിനിമാ മേഖല മുഴുവൻ സ്ത്രീവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യോജിക്കുവാൻ കഴിയില്ല. ഒന്നോർക്കണം, സിനിമയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുമ്പോൾ അപമാനിക്കപ്പെടുന്നത് മലയാളത്തെ കൂടിയാണ്. നമ്മുടെ സംസ്കാരം, കലകളെല്ലാം അപമാനിക്കപ്പെടൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റു ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം. ദുരനുഭവം നേരിട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതേസമയം അനാവശ്യമായ വിഴുപ്പഴക്കൽ നമുക്ക് ചേർന്നതല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ മര്യാദ രാമന്മാർ ചമയുന്നവരുമുണ്ട്. പരസ്പരം പഴിചാരലോ കുറ്റപ്പെടുത്തലോ അല്ല വേണ്ടത്, ഒരുമിച്ച് നിന്ന് പ്രതികരിക്കണം. പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുക തന്നെ ചെയ്യണം. പുഴുക്കത്തുകളെ ചവിട്ടി പുറത്താക്കാനും മടിക്കരുത്. ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ 3 തലമുറകൾക്കൊപ്പം സഞ്ചരിച്ച ലെജൻഡുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഇവർ ഈ വിഷയത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.